വരുന്നൊരാന. ആനൊന്നും ഉഷാറായിട്ട് വന്നൂടെ, ഇളക്കി മറിച്ച് വന്നൂടെ? ആ വരുന്നൊരാന, ഈ വരുന്നൊരീച്ച. ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി? ഈച്ചയ്ക്കുണ്ടാ പേടി? രണ്ടുപേർക്കുമില്ല പേടി. ആന താഴെ പോയി, ഈച്ച മേലെ പോയി. ഇത് കുഞ്ഞിനി മാഷ്ട കവിത കേട്ടാ. നമുക്ക് ആന ഈച്ചക്കായിട്ട് തോന്നുമെങ്കിലും ഈ വരിക്കകത്ത് മറ്റൊരു സ്വകാര്യം കുഞ്ഞിനി മാഷ ഒളിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അവിടെ നിന്ന് എന്താ വരുന്നത് മക്കളെ. ആന ആന എങ്ങനെയുള്ള ജീവിയാ? വലിയ കൊമ്പുണ്ട്, കൈയും കാലൊക്കെ ഉണ്ട്, ശരീരമൊക്കെ വലുതാണല്ലേ. ആനെ കണ്ട പേടിയാവൂലേ? ഇല്ലേ? കെട്ടറിഞ്ഞു വന്ന പേടിയാവൂലേ? ഇവർന്നൊരു നിസ്സാരമായിട്ടുള്ള ഈച്ച വരുന്നു ഇല്ലേ? പക്ഷെ ഈ ആനയ്ക്ക് ഈച്ചനെ കണ്ടിട്ട് പേടിണ്ട? പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈച്ചക്ക് ആനെ കണ്ടിട്ട് പേടിണ്ട? എന്തുകൊണ്ടാ? ആനയ്ക്ക് താഴെ പോകാൻ ഇടമുള്ളത് പോലെ ഈച്ചക്ക് മേലെ പോകാൻ ഇടമുണ്ടെന്ന് ആനയ്ക്കും അറിയാ. കാര്യം ആർക്കും അറിയാ? ഈച്ചക്ക്. മനുഷ്യന്മാർക്കാണ് അധികാരത്തെ പേടി അല്ലെ, സമ്പത്തിലെ പേടി, മറ്റുള്ളവരെല്ലാവരും പേടിയാണ് അല്ലെ കൂട്ടുകാരെ? നമുക്ക് അവസാനിപ്പിക്കല്ലേ? ബോറടിക്കണ്ട? ബോറടിക്കണ്ട? ഒരു പാട്ട് പാടിയല്ല? നിങ്ങളെങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? അങ്ങനെ ഇങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? നമ്മളോട് ടീച്ചർമാരും വീട്ടുകാരും ഒക്കെ പറയില്ലേ, ഇങ്ങനാവ് ഇങ്ങനാവ് ഇങ്ങനാവെന്ന് പറയില്ലേ? പക്ഷെ നിങ്ങൾ എങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? അങ്ങനെ ഇങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? അപ്പനുമില്ല അമ്മയുമില്ല, കൂടെ പിറപ്പുകൾ ആരുമില്ല. അപ്പനുമില്ല അമ്മയുമില്ല, കൂടെ പിറപ്പുകൾ ആരുമില്ല. ഉറ്റൊരുമില്ല ഉടയൊരുമില്ല, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? ഒന്ന് കൈയടിച്ചല്ല. നിങ്ങൾ എങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? അങ്ങനെ ഇങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? അപ്പനുമില്ല അമ്മയുമില്ല, കൂടെ പിറപ്പുകൾ ആരുമില്ല. ഉറ്റരുമില്ല ഉടയൊരുമില്ല, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? നിങ്ങൾ എങ്ങനെയാകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാകാനാ? അതായത് ഈ ലോകം നമ്മളോട് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറയും. പക്ഷെ അവർക്കുള്ള ലോകമല്ല നമ്മുടെ ലോകം അല്ലേ? അല്ലേ? അവര് കണ്ട ലോകമല്ല നമ്മുടെ ലോകം. ആണോ മക്കളെ? ഖലീൽ ജിബ്രാൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. ആരാണ്? മാഷ് നിർത്തണം കേട്ടാ, നിർത്താം. ഖലീൽ ജിബ്രാനെ കുറിച്ച് പറഞ്ഞിട്ട് നിർത്താം. ഖലീൽ ജിബ്രാന്റെ എഴുത്തുകാരനുണ്ട്, ഖലീൽ ജിബ്രാൻ. ഇദ്ദേഹം ഒരു ചെറിയ കഥ പറയട്ടെ. ഒരു പൂന്തോട്ടത്തില് ഒട്ടും ഭംഗിയില്ലാത്തൊരു പൂവുണ്ടായിരുന്നു അത്രേ. കേൾക്കണ്ട? ഒരു പൂന്തോട്ടത്തില് ഒട്ടും ഭംഗിയില്ലാത്ത, ഒട്ടും മണമില്ലാത്ത, ഒട്ടും നിറമില്ലാത്ത ഒരു പൂവുണ്ടായിരുന്നു. ആ പൂവിനെ ആരും നോക്കാറില്ല, ആരും ചുംബിക്കാറില്ല. അപ്പൊ പൂവിന് സങ്കടായി, അന്നാരും നോക്കാറില്ല. അപ്പൊ അതിന്റെ അടുത്തുകൂടെ വന്ന ഒരു ചിത്രശലഭം ഈ പൂവ് കണ്ടിട്ട്, അതിന്റെ തേന്റെ മധുരം കണ്ടിട്ട്, മധുരം അറിഞ്ഞിട്ട് പൂവിനകത്ത് ചിത്രശലഭം ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരു ഏങ്ങിക്കരച്ചിൽ കേട്ടു. ചിത്രശലഭം ഏന്തി കരയുന്നത് കേട്ടു. അപ്പൊ ചിത്രശലഭം നോക്കിയപ്പോ താനിരിക്കുന്ന പൂവാണ് കരയുന്നത്. ചിത്രശലഭം ചോദിച്ചു, എന്തിനാ പൂവ് നീ കരയുന്നത്? പൂവ് പറഞ്ഞു, വസന്തം വരികയാണ്. വസന്തത്തില് ഈ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ വരും.
അല്ലേ? ഈ പൂന്തോട്ടം കാണാൻ ലോകത്തിലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തും. പക്ഷെ അവരാരും എന്നെ നോക്കി നിൽക്കാൻ പോകുന്നില്ല. കാരണം അത്രയും മനോഹരമായ പൂക്കൾ അപ്പുറപ്പുറമൊക്കെ ഉള്ളപ്പോ എങ്ങനെയാണ് ഒട്ടും നിറമില്ലാത്ത ഭംഗിയില്ലാത്ത എന്നെ അവർ നോക്കി നിൽക്കുക? അപ്പൊ ചിത്രശലഭം പറഞ്ഞു, നീ അതിനെന്തിനാ സങ്കടപ്പെടുന്നു? നിനക്ക് ഭംഗിയുണ്ടല്ലോ, നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. അപ്പൊ ചിത്രശലഭത്തിന് ഇനിയൊന്നും പറയാനില്ല. കാരണം ചിത്രശലഭത്തിന് അറിയാം അവൾക്കൊട്ടും ഭംഗിയില്ല എന്നുള്ളത്. പക്ഷേ പൂ ഒരു ഉപാധി വെച്ചു. നീ എന്റെ തേൻ ആവോളം കുടിച്ചോളൂ. കേൾക്കണ്ട? നീ എന്റെ തേൻ ആവോളം കുടിച്ചോളൂ. ഈ വിരുന്നുകാരെത്തുമ്പോ ഈ എന്നെ തന്നെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, വിരുന്നുകാരെത്തുമ്പോ ഈ ചിത്രശലഭം എന്നെ തന്നെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിന്റെ സൗന്ദര്യം കണ്ടിട്ടെങ്കിലും ആരെങ്കിലുമൊക്കെ എന്നെ നോക്കി നിൽക്കും. ചിത്രശലഭത്തിന് സങ്കടായി. ചിത്രശലഭം പറഞ്ഞു, നീ ഒരിക്കലും പേടിക്കണ്ട, ഞാൻ നിന്നെ ചുറ്റിപ്പറ്റി തന്നെ നിന്നുകൊള്ളാം. അങ്ങനെ വസന്തം വന്നു. ഒരുപാട് ആളുകൾ പൂക്കളെ കാണാൻ വന്നു. പക്ഷെ ഒത്തിരി പേര് ഈ ചിത്രശലഭത്തെയും ഈ പൂവിന്റെയും സൗന്ദര്യത്തെ നോക്കി നിന്നു. എല്ലാ പൂക്കളും കൊഴിഞ്ഞുപോയി. വസന്തം കഴിയുന്നതോടുകൂടി എല്ലാ പൂക്കളും കൊഴിഞ്ഞുപോയി. പക്ഷേ ഈ പൂ മാത്രം കൊഴിഞ്ഞു പോയില്ല. കാരണം എന്താണെന്നറിയോ? കുറെ നേരം പറ്റിച്ചേർന്ന് നിന്നപ്പോൾ ഈ ചിത്രശലഭം ഈ പൂവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു, പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. പ്രണയം തന്നിൽ വന്ന് ചേർന്നപ്പോ പൂവിന് ഈ ലോകത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു സൗന്ദര്യം വന്നു. അങ്ങനെയാണ് നമ്മളിലൊക്കെ സൗന്ദര്യം ഉണ്ടാവുന്നത്. മറ്റുള്ളവന്റെ സ്നേഹം നമ്മളിൽ വന്നു ചേരുമ്പോൾ, പ്രണയം തന്നെയല്ല, നമ്മൾ അടുത്തിരിക്കുന്ന കൂട്ടുകാരി നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സൗന്ദര്യം ഉണ്ടാവുന്നു. സൗന്ദര്യം നിങ്ങളിലല്ല, നിങ്ങളെ നോക്കുന്ന കണ്ണിലാണ് സൗന്ദര്യം. നിങ്ങളെ നോക്കുന്ന കണ്ണിലാണ്. നിങ്ങളെ കൂട്ടുകാരിനെ വീണ്ടും വീണ്ടും ഒന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി അവളായിരിക്കും. നോക്ക്, നല്ലോണം സൂക്ഷിച്ചു നോക്കിയ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോ ഈ ലോകത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള പൂക്കളായി ആരും മാറും? നമ്മൾ മാറും. ഇതൊക്കെയാണ് വായന, കഥകള്, അല്ലെ, പുസ്തകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ലോകത്തെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാനാണ് ഈ പുസ്തകങ്ങൾ നമ്മളോട് പറയുന്നത്. കൂട്ടുകാരെ കുറെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നൊരു ദിവസം വരാം, പിന്നീട് കഥകളൊക്കെ പറയാം. നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കൽ KG ശങ്കരപ്പിള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? എന്നെ തന്നെ. ആരെ തന്നെ? അത് കഴിഞ്ഞാലോ എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ അത് കഴിയുന്നില്ലല്ലോ. അത് ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു കാലത്ത് കൂടിയിരിക്കുമ്പോൾ ചേർന്ന് പാടേണ്ട പാട്ട് പാടല്ലേ? കൈയടിച്ച് പാടല്ലേ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. പാടോ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂവും വിരിയുകയില്ല. എന്താ പറഞ്ഞ? കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂവും വിരിയുകയില്ല. 100ന്റെ നോട്ടിന്റെ മുന്നിൽ ഒരു പാട്ടും പിറക്കുകയില്ല. 100ന്റെ നോട്ടിന്റെ മുന്നിൽ ഒരു പാട്ടും പിറക്കുകയില്ല. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. അമ്മ പെറ്റതു തന്നെ എല്ലാരും അങ്ങനെ തന്നെ. ഒരമ്മ പെറ്റതു തന്നെ എല്ലാരും അങ്ങനെ തന്നെ. മരിക്കുന്നുള്ളതും നേരാ, ജനിക്കുന്നുള്ളതും നേരാ. എന്താ പറഞ്ഞ? മരിക്കുന്നുള്ളതും നേരാ, ജനിക്കുന്നുള്ളതും നേരാ. അതിനിടക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ. അതിനിടക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ. ഇടക്കു വച്ചങ്ങ് നമ്മൾ മടക്കി വെച്ചങ്ങ് പോണം. ഇടക്കു വച്ചങ്ങ് നമ്മൾ മടക്കി വെച്ചങ്ങ് പോണം. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ആരുടെ കൂടെ നിൽക്കും? ഒന്ന് പാടുവോ? ആരുടെ കൂടെ നിൽക്കും നമ്മൾ? ആരുടെ കൂടെ നിൽക്കും? പാടോ? ആരുടെ കൂടെ നിൽക്കും നമ്മൾ? ആരുടെ കൂടെ നിൽക്കും?
നേരിന്റെ കൂടെ നിൽക്കും, നമ്മൾ നേരിന്റെ കൂടെ നിൽക്കും. ആരുടെ കൂടെ നിൽക്കും? ആരുടെ കൂടെ നിൽക്കും? ആരുടെ കൂടെ നിൽക്കും? നേരികൾ ഒളിപ്പിച്ചു വെച്ച സാധനമാണ് ഈ പുസ്തകങ്ങൾ കേട്ടോ മക്കളെ. നേരികൾ ഒളിപ്പിച്ചു വെച്ച പുസ്തകങ്ങളെ പുറത്തെടുക്കാതെ നിങ്ങൾക്ക് നേരിന്റെ ലോകം കാണാൻ പറ്റില്ല അല്ലെ? അപ്പൊ നേരിന്റെ ലോകത്തേക്ക് ഇറങ്ങാൻ എന്ത് വായിക്കുക? പുസ്തകങ്ങൾ വായിക്കുക. വായനാ ദിനത്തിന്റെ അന്ന് മാത്രം വായിക്കാനല്ല പറഞ്ഞത് കേട്ടാ. വായനക്ക് ദിനമില്ല, പക്ഷെ അത് ഓർമ്മപ്പെടുത്താനുള്ള ദിനമാണ് വായനാ ദിനം അല്ലെ? അപ്പൊ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അപ്പൊ പിന്നീട് ഒരിക്കൽ കാണാം. ഇത്ര നേരം മാഷ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.